ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് പ്രതിദിനം 2 കോടി രൂപയുടെ ഇറച്ചിക്കോഴികളാണ് ഇറക്കുമതി ചെയ്യപ്പെടുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്. അതേസമയം മറ്റു പലതിനെയും പോലെ തന്നെ കോഴി വളർത്തലിന് അനന്തമായ സാധ്യതകൾ കേരളത്തിലുണ്ട്. ഈ സാധ്യതകൾ മുതലെടുത്തുകൊണ്ട് ഈ വെല്ലുവിളി ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ് ചേർത്തലക്കാരനായ രാജേഷ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് 10,000 കണക്കിൽ ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളെ ശേഖരിച്ച് അതിനെ 1000, 2000, 1500 ഒക്കെ വീതം പലർക്കായി വിതരണം ചെയ്യും. ഇങ്ങനെ വിതരണം ചെയ്ത് കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടുന്ന ആളുകൾ ഇവയെ വളർത്തണം. വളർത്താനാവശ്യമായ തീറ്റയും കുത്തിവയ്പ്പിനാവശ്യമായ മരുന്നുകളും ഒക്കെ രാജേഷ് തന്നെ അവിടെ എത്തിക്കുമെന്ന് മാത്രമല്ല, 43-45 ദിവസം പ്രായമായ കോഴികളെ രാജേഷ് തന്നെ തിരിച്ചു വാങ്ങി ആവശ്യക്കാരുടെ അടുത്ത് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ വളർത്തുന്നയാൾക്ക് വളർത്തുന്ന ജോലി മാത്രം, മറ്റ് വ്യാപാര കാര്യങ്ങളിലേക്ക് അയാൾ കടക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള പ്രതിഫലം വളർത്തുന്ന ആൾ ലഭിക്കുകയും ചെയ്യും. ആദായകരമായ ഈ പദ്ധതി ഇപ്പോൾ ചേർത്തലയിലും മുഹമ്മ പ്രദേശത്തുമൊക്കെ ഒട്ടനവധി ആളുകൾ ചെയ്യുന്നുണ്ട്. രാജേഷിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ 8-10 സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇത് നടക്കുന്നുണ്ട്. അതിലൊരു സ്ഥലമാണ് ഇന്ന് നാം കാണുന്നത്. ശ്രീ സുനിൽ കുമാർ എന്നയാളാണ് ഇവിടെ കോഴി വളർത്തുന്നത്. നമുക്ക് അയാളുടെ കോഴി വളർത്തൽ ഒന്ന് കാണാം. നമസ്കാരം രാജേഷ്. രാജേഷിൻ്റെ കട എവിടെയാണ്? കട കൂറ്റുവേലിലായിട്ട്. കൂറ്റുവേലിലുണ്ട്, മുട്ടത്തിനും മാർക്കറ്റിൽ. ഈ ഇവർ വളർത്തുന്നതൊക്കെ രാജേഷ് സപ്ലൈ ചെയ്യുന്ന കുഞ്ഞുങ്ങളെയാണ്? ഞാൻ തന്നെ സപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ തീറ്റ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വാക്സിനും ഉണ്ട്. അത് മാത്രമേ തീറ്റയും വാക്സിനും കുഞ്ഞുങ്ങളെ മാത്രം നമ്മൾ കൊടുക്കും. കോഴി വലുതായി കഴിയുമ്പോൾ അതിന് നമ്മൾ തന്നെ കൊണ്ടുപോകും. അത് തൂക്കിയെടുക്കും. അപ്പോൾ ഈ വളർത്തുന്നവർക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരേ സ്ഥലത്ത് ഒരേ ചാർജ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചാർജ് എന്ന് പറയുമ്പോൾ 5 രൂപയാണ്. 5 മുതൽ 6 വരെ ഇപ്പോൾ ഉണ്ട്. 5 രൂപയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ റോഡ് സൈഡാണെന്നുണ്ടെങ്കിൽ, റോഡിന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ 6 വരെയും കൊടുക്കുന്നുണ്ട്. വണ്ടി വരും, സൗകര്യത്തിനാണ്. ഈ ഷെഡും തീറ്റപാത്രങ്ങളും ലിറ്ററും ഒക്കെ ഇവർ വാങ്ങിക്കണം. കോഴിയെ നിങ്ങൾ എടുത്തു കഴിയുമ്പോഴേ അത് കിടക്കണ ലിറ്റർ വളമാണല്ലോ. വളമാണ്. ആ വളം ആർക്കെടുക്കാം? വളം പാർട്ടിക്ക് അവർക്ക് തന്നെയുള്ള, വളർത്തുന്നവർക്ക് തന്നെ. അത് അവർക്കെടുക്കാം. വേറെ നിങ്ങൾക്ക് ക്ലെയിം ഒന്നും ഇല്ല അതിനകത്ത്. നമുക്ക് വേണം ആവശ്യമായി. ഇവരിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ വാരി കൊടുക്കുന്നത് 50 രൂപ വെച്ച് കൊടുക്കണം ഒരു ബാഗിന്. അത് ശരി. 50 കിലോ കണക്കാക്കി അവർ വാരി കൊടുക്കുന്നത് 50 രൂപയാണ്. അത് പിന്നെ സപ്ലൈ വരുമ്പോൾ 70 രൂപ വരെ വരുന്നുണ്ട്. അത് ശരി. അത് വിൽക്കുന്നതിന് നിങ്ങൾ സഹായം വല്ലതും ചെയ്യുമോ? പാർട്ടി ആരെങ്കിലും ചോദിച്ചു വരുന്നുണ്ടെങ്കിൽ ഇവരെ മുട്ടിച്ചു കൊടുക്കും. അപ്പം ഞാൻ തന്നെ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. എൻ്റെ വീട്ടിൽ കൃഷിയും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ 50 രൂപ എടുത്ത് വെച്ച് വാങ്ങിച്ചു. ഈ പ്രദേശത്ത് എത്ര സ്ഥലത്ത് നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങൾ? ഇപ്പോൾ 8 സ്ഥലം വരെയാണ്. 8 സ്ഥലത്ത്. ഒരു സ്ഥലത്ത് ഒരു ശരാശരി എത്ര കുഞ്ഞു വെച്ചിട്ടുണ്ടാവും? ശരാശരി ഇപ്പം ഇവിടെ 1200, അതായത് 1400 സ്ക്വയർ ഫീറ്റ് ആണ് സ്ഥലം നിൽക്കുന്നത്. അതിനകത്ത് ഒരു 1200 വരെ നമുക്ക് ഇടാം. അത് ശരി. അങ്ങനെ 1000 കിടക്കുന്ന സ്ഥലം. അതായത് 1000 സ്ക്വയർ ഫീറ്റിൽ എത്ര കുഞ്ഞിന് ഇടാം? 1000 സ്ക്വയർ ഫീറ്റിൽ ഇപ്പോഴത്തെ ചൂടിൻ്റെ അവസ്ഥ വെച്ച് നോക്കണമെങ്കിൽ 800 കുഞ്ഞ് ഇടാൻ പറ്റും. 800 കുഞ്ഞ്. തണുപ്പ് കാലത്ത് അത് 900-950 വരെ കുറച്ചും കൂടി ഇടാൻ പറ്റില്ലേ? ഈ ചൂട് സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പേസ് ആണ്. ഈ കുഞ്ഞുങ്ങളെ കേരളത്തിൽ എവിടെ കിട്ടുന്നത്? എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. ഇവിടെ ഈ അടുത്തൊന്നും ഇല്ല. കുഞ്ഞുങ്ങളെ നിങ്ങൾ എത്തിച്ചു കൊടുക്കാം. നമ്മൾ എത്തിച്ചു കൊടുക്കാം.
അതിന് ഏജന്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിനെ വളർത്തുമ്പോൾ രാജേഷേ തുറന്നു ചോദിച്ചോട്ടെ, ഇത് ജീവിയല്ലേ, ചിലപ്പോൾ ചത്തൊക്കെ പോയില്ലേ കുറച്ചൊക്കെ? പിന്നെ ചത്തു പോകുമല്ലോ. അതിനെന്താ നമ്മൾ ഞാൻ വളർത്തുന്ന വേറെ വാക്സിൻ അല്ലാണ്ട് വേറെ ഒരു സാധനം ഞാൻ കൊടുക്കാറില്ല. അതല്ല, ചത്തു പോകുമ്പോൾ ഈ വളർത്തുന്നവർക്ക് ബാധ്യത വല്ലതും ഉണ്ടോ? ഇല്ല, അവർക്കൊന്നും ബാധ്യത വരത്തില്ല. നമ്മളൊന്ന് കാണിക്കേണ്ട ബാധ്യത മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ചത്തുപോയെന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടും. പിന്നെ ചിലത് നമ്മൾ എന്തുകൊണ്ട് ചത്തു പോകുന്നു ഞങ്ങൾ കൊണ്ട് ചെക്ക് ചെയ്യാറുണ്ട്. അതൊക്കെ നോക്കാം, റെമഡിയൽ മെഷേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കും. ഉണ്ട്, അതിന് വല്ല മരുന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തൊക്കെ നോക്കാറുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള മറ്റുള്ള ചോദിച്ച പോയിന്റ് അതല്ല, അതിന്റെ വില വല്ലൊരു ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ 1000 കോഴിയിട്ട ഒരു ഏകദേശം ഒരു 20 വരെ പോകുന്നുള്ളത് നമുക്കറിയാം. ഈ തീറ്റക്രമം അങ്ങനെ ആദ്യം കുഞ്ഞുങ്ങളെ കൊടുക്കും, ചെറിയ ഇത് 3 ഘട്ടമായിട്ട് കൊടുക്കും. ആദ്യം നമ്മൾ കുഞ്ഞു 10 ദിവസത്തേക്ക് പ്രീ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. പ്രീ സ്റ്റാർട്ടർ ഐറ്റം 10 ദിവസം കൊടുക്കും. അത് നിങ്ങൾ തന്നെ എത്തിച്ചു കൊടുക്കും? നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കും. അത് ആവശ്യം പോലെ ഇട്ട് കൊടുക്കും. ഒരു കണക്കില്ല, കണക്കില്ല, ആവശ്യം പോലെ 10 ദിവസം വരെ ആവശ്യം പോലെ ഉണ്ട്. 10 ദിവസം മുതൽ 25 ദിവസം വരെ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ 25 മുതൽ പിന്നെ മേപ്പോട്ട് 40, 42, 45 ദിവസം വരെയാണ്. അത് നമ്മളെ ഫിനിഷർ എന്ന് പറഞ്ഞ ഐറ്റമാണ്. അത് വെയിറ്റ് ശരിയാണ്, വെയിറ്റ് റെഡിയാണ്. 45 ദിവസം ആകുമ്പോൾ 2 കിലോ വരെ വെയിറ്റ് ആകും. അത് കഴിയുമ്പോൾ നമ്മൾ എടുക്കും. പിന്നെ ഇവിടെ നാട്ടുകാർക്കാണെങ്കിൽ നാട്ടുകാർക്ക് നിങ്ങളെടുത്തിട്ട് കോഴി ഇവിടെ നാട്ടിൽ തന്നെ ഇറച്ചി വയ്ക്കുന്ന വിതരണം ചെയ്യും. പുറത്തോട്ട് അടുത്തുള്ള ആളുകൾക്ക് വെച്ചിട്ട് വിതരണം ചെയ്യും ഇല്ലേ? ഇതിന് ഈ തീറ്റയും വെള്ളം അല്ലാണ്ട് വേറെ വല്ലതും കൊടുക്കും? ഹോർമോൺ കൊടുക്കും? അതൊക്കെ വെറുതെ പറയുന്നതാണ്. വെറുതെ ഞാനിപ്പോൾ ഇവിടെ തന്നെ 4 വർഷമായി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ഈ വീട്ടുകാർക്ക് തന്നെ ചോദിക്കാം. ഒരു സ്ഥലത്തും അങ്ങനെ, അത് വെറുതെ ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണത്. ഞാൻ കൊടുക്കുന്ന 2 വാക്സിനാണ്. ആദ്യം നമ്മൾ കൊടുക്കുന്ന ലെസോട്ടെ എന്ന് പറഞ്ഞു. എങ്ങനെ കണ്ണിലൊഴിക്കോ? അത് കണ്ണിലൊഴിച്ചാൽ കൊടുക്കണ്ട. കണ്ണിലൊഴിച്ച് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളത് പാല് ചൂടാക്കിയിട്ട് അത് തണുപ്പിച്ച് അതിനകത്ത് ചേർത്ത് നമ്മൾ കൊടുക്കുന്നത് ആദ്യം. അത് പിന്നെ 14 ദിവസം കഴിയുമ്പോൾ IBD എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അത് ചുമ്മാ ചൂടുവെള്ളത്തിൽ നമ്മൾ കൊടുക്കും. ഈ 2 വാക്സിൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒരു സാധനം കൊടുക്കുന്നില്ല. ഒരു സാധനം ആൾക്കാരെ തെറ്റിദ്ധാരണ ഒരുപാടുണ്ട്. ഹോർമോൺസ് കൊടുക്കും, അതൊക്കെ വെറുതെ പറയുന്ന. അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഞാനും കൊണ്ടുപോയി കഴിക്കുന്നതല്ലേ, ഞാനും കൊണ്ടുപോയി കഴിക്കാൻ വീട്ടുകാരെ അടുത്ത് കഴിക്കുന്നത്. തീറ്റയൊക്കെ സ്റ്റാൻഡേർഡ് കമ്പനി തീറ്റ ഇതിനകത്ത് മെയിനായിട്ട് നോക്കുന്നത് നമ്മൾ അതാണ് നോക്കുന്നത്. തീറ്റ സ്റ്റാൻഡേർഡ് കമ്പനി നോക്കി മാത്രമേ എടുക്കാവൂ. ഇപ്പം ഞാൻ കൊടുക്കുന്ന ഒരു കൃഷി എന്ന് പറഞ്ഞ ഐറ്റമാണ്. നല്ല സൂപ്പർ ഐറ്റം തീറ്റയാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം. അപ്പം എനിക്ക് തന്നെ ആലപ്പുഴ ഡിസ്ട്രിബ്യൂഷൻ തന്നെയുണ്ട്. ഒരു മാസം ഒരു 3000 ബാഗോളം ഞാൻ വിൽക്കുന്നുണ്ട്. ഇപ്പോൾ 8 സ്ഥലത്തുണ്ട്. അപ്പോൾ ഒരു 10,000-8,000 കോഴിയെങ്കിലും കാണും. 8,000 മേലുണ്ട് ഉദ്ദേശം. ഇതിന് നിങ്ങൾ എല്ലാത്തിനെയും ഒരേ ഡേറ്റിൽ എടുക്കുമോ? അല്ലല്ല, പല ഡേറ്റിലാണ് പല സമയത്ത് എടുക്കുന്നത്. അപ്പോൾ എടുക്കുന്നതിൽ വേറെ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കും. അത് എത്ര ദിവസം കഴിയുമ്പോൾ കൊടുക്കും? ഒരു 10 ദിവസം വരെ. അതിന് വളരെ കൂട് ക്ലീൻ ചെയ്യണം, അതിനുള്ള ബാക്കിയുള്ള അണുക്കളൊക്കെ നശിപ്പിക്കാനുള്ള എന്തെങ്കിലും സ്റ്റെറിലൈസ് ചെയ്യണം. കുമ്മായാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ഉടമസ്ഥൻ മേടിച്ച് മേടിച്ച് ചെയ്യണം. നിങ്ങൾ കൊടുക്കില്ല, കുമ്മായം വിതറിയാൽ മതി.